ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കുറുക്കന്മാര് ഞങ്ങളുടെ തോട്ടത്തിൽ കയറി വരുന്നു. എന്താ കാരണം എന്നറിയാമോ? ഉത്തമഗീതം 2:15 കുറുക്കന്മാര് ഞങ്ങളുടെ തോട്ടത്തിൽ കയറി വരുന്ന കാരണം ഞങ്ങളുടെ മുന്തിരിവള്ളികൾ എന്ത് ചെയ്യുകയാണ്? പൂത്തിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പൂക്കാത്ത മുന്തിരിത്തോട്ടത്തിൽ കുറുക്കൻ വരത്തില്ല. പൂക്കാത്ത മുന്തിരിത്തോട്ടത്തിനകത്ത് ശത്രു വരത്തില്ല. ഇന്ന് പകൽക്കാല ഒരു ദൈവസഭയ്ക്കെതിരെ സൈറ്റനിക് അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ സഭയ്ക്കകത്ത് എന്തുണ്ടെന്നറിയാമോ? ടെൻഡർ ഗ്രേപ്സ് ഉണ്ട്. ചെറിയ പൊട്ടുമുന്തിരിങ്ങകളുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ, പൊട്ടുമുന്തിരിങ്ങയ്ക്ക് ടെൻഡർ ഗ്രേപ്സിന് എന്തോ രുചിയായിരിക്കും. ടെൻഡർ ഗ്രേപ്സിന് എന്തോ രുചിയായിരിക്കും, ഭയങ്കര പുളിയായിരിക്കും. അതിനെ മനുഷ്യൻ ആരെങ്കിലും പറിക്കാൻ കൊള്ളുവോ? പക്ഷെങ്കിൽ ടെൻഡർ ഗ്രേപ്സിനെ ഭയപ്പെടുന്ന ഒരു സംഗതി ഉണ്ട്. ആരാണെന്നറിയാമോ? കുറുക്കന്മാർ. ഇന്ന് പകൽ നീ അറിയണോ, നിന്റെ തലമുറയ്ക്കെതിരെ പിശാച് വല്ലാതെ പോരടിക്കുമ്പോൾ അവൻ ടെൻഡർ ഗ്രേപ്പ് ആണ്. ഇന്ന് അവനെ കണ്ടാൽ ഒരു രുചിയുമില്ല, ഒരു കളറുമില്ല. പക്ഷേ പിശാചിനറിയാ, ഇവൻ ഇങ്ങനെ വളർന്നാൽ ഇവന്റെ കളറ് മാറോ, ഇവന്റെ ടേസ്റ്റ് മാറോ, ഇവന്റെ സംഗതി മാറോ. ഇന്ന് പകൽക്കാല ഞാൻ ഇതിനകത്ത് ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ ദൂത് കൈമാറുന്നു. നീ ഇന്ന് ടെൻഡർ ഗ്രേപ്പ് ആണ്, നിന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ടെൻഡർ ഗ്രേപ്പ് ആണ്. പക്ഷേ as the season moves, സമയം മുമ്പോട്ട് പോകുമ്പോൾ ടെൻഡർ ഗ്രേപ്പ് നല്ല റൈപ്പൺ ഗ്രേപ്പ് ആകുമ്പോൾ അതിന്റെ കളറ് മാറോ, അതിന്റെ സൈസ് മാറോ, അതിന്റെ ടേസ്റ്റ് മാറോ. നിന്റെ കുഞ്ഞ് വല്ലാത്ത പുളിച്ചു മുന്തിരിങ്ങയാണോ? നിന്റെ കുഞ്ഞ് വല്ലാത്ത പുളിച്ചു മുന്തിരിങ്ങയാണോ? അതൊരു ടെൻഡർ ഗ്രേപ്പാ. നിന്റെ ശുശ്രൂഷ വല്ലാത്ത പുളി മുന്തിരിങ്ങയാണോ? അതൊരു ടെൻഡർ ഗ്രേപ്പാ. നിന്റെ ജോലി സ്ഥലം വല്ലാത്ത പുളിയാണോ? നിന്റെ യൗവനം വല്ലാത്ത പുളിയാണോ? You are a tender grape. Your color shall be changed. Your taste shall be changed. ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവജനം ആത്മസാന്നിധ്യത്തെ ജീസസ്. എന്റെ ദൈവജനത്തിന്റെ അടുക്കൽ ഞാൻ പറയട്ടെ, നീ ഇന്നാരാണെന്ന് നോക്കിയല്ല പിശാച് നിന്നോട് പോരടിക്കുന്നത്. നീ ഇന്നാരാണെന്ന് നോക്കിയല്ല പിശാച് നിന്നെ വെല്ലുവിളിക്കുന്നത്. നിന്റെ കുഞ്ഞിന്റെ ഇന്നത്തെ ഹൈറ്റും വെയിറ്റും കളറും നോക്കിയല്ല പിശാച് നിന്നെ ചലഞ്ച് ചെയ്യുന്നത്. പകരം 2040 അവൻ ആരായിരിക്കുമെന്ന്, വരുന്ന കാലഘട്ടത്തെ അവൻ എങ്ങനെ ചലിപ്പിക്കുമെന്ന്, നിന്റെ പാസ്റ്റിനെ അല്ല പിശാചിന് ഭയം, നിന്റെ പ്രസന്റിനെ അല്ല പിശാചിന് ഭയം, നിന്റെ ഫ്യൂച്ചറിനെയാണ്. തലമുറകൾക്കെതിരെ മറഞ്ഞു കിടക്കുന്ന ചില പോരുകൾ ഇന്ന് പകൽ ഞാൻ ദൈവാധികാരത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. All the fight against the tender grapes, I break it in Jesus' name. Ekamahosola hotonia, pribola hortonia, pramashakaterani, lima hatania. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് നിനക്ക് വല്ലാത്ത പുളിയാ തരുന്നേ. എൻ്റെ കുഞ്ഞിൽ നിന്ന് നിനക്ക് വല്ലാത്ത പുളിയാ തരുന്നത്. ആമേൻ. ഒരു പുളിമുന്തിരിങ്ങ എടുത്ത് തിന്നാൽ മുഖത്തിൻ്റെ ഷേപ്പ് പോലും മാറിപ്പോകും, ഒന്ന് ചിരിക്കാൻ പോലും പറ്റുകയില്ല. എൻ്റെ കുഞ്ഞിൽ നിന്ന് നിനക്ക് വല്ലാത്ത പുളിമുന്തിരിങ്ങ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, He's a tender grape. He's a tender grape. അവൻ റൈപ്പനാകുമെന്നേ, അവൻ പഴുക്കുമെന്നേ. എൻ്റെ കുഞ്ഞിൻ്റെ കളറ് മാറും. വൈ തുറന്ന് പറഞ്ഞേ, എൻ്റെ കുഞ്ഞിൻ്റെ കളറ് മാറും, എൻ്റെ ശുശ്രൂഷയുടെ കളറ് മാറും, എൻ്റെ ചർച്ചിൻ്റെ കളറ് മാറും, എൻ്റെ മിനിസ്ട്രിയുടെ കളറ് മാറും, അതിൻ്റെ ടേസ്റ്റ് മാറും. ഇന്ന് പുളിമുന്തിരിങ്ങ എന്ന് ലോകം പറഞ്ഞതിനെ നാളെ മനുഷ്യൻ കൊതിക്കുന്ന മൂല്യമുള്ളത്. ഞാനൊരു കാര്യം പറയാം, പുളിമുന്തിരിങ്ങ ഒരു മനുഷ്യനും വേണ്ട, പക്ഷെ അതിനെ കുറുക്കൻ ഭയപ്പെടുക.
ആമേൻ. എൻ്റെ തലമുറയെ പിശാചിന് ഭയമുണ്ട്. ജീസസ്. ഹാർവസ്റ്റ് സീസണിൽ ഗുഹയ്ക്കകത്താക്കുക. ഞാൻ ചോദിക്കുക, എന്താണ് ഹാർവസ്റ്റ് സീസൺ? എന്താണ് ഹാർവസ്റ്റ് സീസൺ? ഞാൻ ഹാർവസ്റ്റിൻ്റെ 5 സീസണുകളെ പറഞ്ഞിട്ട്, 5 സിഗ്നിഫിക്കൻസുകളെ പറഞ്ഞിട്ട് ഞാൻ ഗുഹയിലേക്ക് വരാം. ഇന്ന് നമ്മൾ ദൈവകൃപയ്ക്കകത്ത് ഈ മിഷൻ കൺക്ലൂഡ് ചെയ്യും. ജീസസ്. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബിയ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിങ്കൽ ബേത്ലഹേമിൽ എത്തി. അപ്പൊ കൊയ്ത്ത് കാലം എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയാമോ? ഒരു മടങ്ങി വരവിന്റെ കാലമാണ്. ജീസസ്, ഒരു മടങ്ങി വരവിന്റെ കാല. ഇവിടെ മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ 2 പേരാണ് വരുന്നത്. ആദ്യത്തെ ആൾ ആരാണ്? നവോമി. ചില നാളുകൾക്ക് മുൻപ് ഒരു പ്രശ്നത്തിന്റെ പേരിൽ, ഒരു പ്രതിസന്ധിയുടെ നടുവിൽ അപ്പനെടുത്ത തെറ്റായ തീരുമാനത്തിൽ നാട് വിട്ടുപോയവൾ ഇപ്പോൾ തീരുമാനം തിരുത്തി എന്ത് ചെയ്യുകയാണ്? മടങ്ങി വരികയാണ്. ഇതൊരു റിസ്റ്റോറേഷൻ ആണ്. ഇതൊരു പിന്മാറ്റക്കാരന്റെ മടങ്ങി വരവാണ്. ആമേൻ. ഹാർവസ്റ്റ് സീസണിനകത്ത് എന്ത് സംഭവിക്കോ? ചില പിന്മാറ്റക്കാർ യഥാസ്ഥാനപ്പെടോ. ചില പാപങ്ങളിൽ അകപ്പെട്ടു പോയ ഇടത്തുനിന്ന്, ചില അധൈര്യങ്ങളിൽ അകപ്പെട്ടു പോയ ഇടത്തുനിന്ന്, ചില തെറ്റായ തീരുമാനങ്ങളെ കറക്റ്റ് ചെയ്തവൻ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിലേക്ക് വരിക. പക്ഷെ കൂടെ ഒരു രൂത്തുണ്ട്. അവൾ ആരാണെന്നറിയാമോ? ഇന്ന് വരെ യഹൂദൻ എന്തെന്നറിയത്തില്ല, ഇന്ന് വരെ ദൈവമാരെന്നറിയത്തില്ല, കേട്ട് കഴിവി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയം തേടി വന്നിരിക്കുന്നു. മാനസാന്തരം എന്തെന്നറിയത്തില്ല, സ്നാനം എന്തെന്നറിയത്തില്ല, വേർപാട് എന്തെന്നറിയത്തില്ല, വിശുദ്ധി എന്തെന്നറിയത്തില്ല, ജയജീവിതം എന്തെന്നറിയത്തില്ല. പക്ഷെ അങ്ങനെ നിൽക്കുന്ന ചില രൂത്തുമാര് ബേത്ലഹേമിലേക്ക് കയറി വന്ന സീസൺ ഏതാണ്? ഹാർവസ്റ്റ് സീസൺ. ഇന്ന് പകൽക്കാല ദൈവാധികാരത്തിൽ എല്ലാ ദൈവമക്കളും പറഞ്ഞാട്ടെ, ഞങ്ങളുടെ ചർച്ചിന്റെ ഹാർവസ്റ്റ് സീസൺ ഓപ്പൺ ആകട്ടെ. ഇതിനകത്ത് പ്രവചനാധികാരം, അഭിഷേകം കിടക്കുന്ന ഓരോ ദൈവ പൈതലും വായു തുറന്ന അധികാരത്തോടെ വിളിച്ചു പറ, ഓ ഹേ, ഞങ്ങളുടെ ചർച്ചിന്റെ ഹാർവസ്റ്റ് സീസൺ ഓപ്പൺ ആകട്ടെ. ഞാൻ ഇങ്ങനെ പറയും, ഹാർവസ്റ്റ് സീസൺ ഈസ് ദ സീസൺ ഓഫ് റിസ്റ്റോറേഷൻ. ഹാർവസ്റ്റ് സീസൺ ഈസ് ദ സീസൺ ഓഫ് റിസ്റ്റോറേഷൻ. പക്ഷേ റിസ്റ്റോറേഷൻ സീസണിൽ റിസ്റ്റോറേഷൻ നടക്കേണ്ടപ്പോൾ എന്ത് സംഭവിക്കുകയാണെന്നറിയാമോ? ഇതിനെ പിടിച്ച് ഗുഹയ്ക്കകത്താക്കുകയാണ്. ഇന്ന് പകൽക്കാല മാനസാന്തരപ്പെടേണ്ട, മടങ്ങി വരേണ്ട കാലത്തിൽ മടങ്ങി വരാൻ കഴിയാതെ ഗുഹയ്ക്കകത്ത് വയ്ക്കപ്പെടുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ ഈ ആരാധനയിൽ ബ്രേക്ക് ആകാം. ഞാൻ അവസാന സമയം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് മടങ്ങി വരവിന്റെ കാലമാണ്. പക്ഷേ ആ കൊയ്ത്ത് കാലത്തിൽ 2-ാം അധ്യായം 4-ാം വാക്യം, രൂത്ത് 2:4, അവിടേക്ക് വരുമ്പോൾ അടുത്ത ഒരു ശബ്ദം അവിടെ കേൾക്കാം. അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അവനോട്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ 2 കൈമാറ്റങ്ങളെ നടക്കുകയാണ്. ഒരുത്തൻ സാന്നിധ്യത്തെ കൈമാറുന്നു, മറ്റേവൻ അനുഗ്രഹത്തെ കൈമാറുന്നു. കൊയ്ത്തുകാലത്തിൽ സാന്നിധ്യം കൈമാറോ, അനുഗ്രഹം കൈമാറോ. ഞാനതിനെ ഇങ്ങനെ പറയാ, ഹാർവസ്റ്റ് ഈസ് ദ സീസൺ ഓഫ് ഇംപാർട്ടേഷൻ. ഹാർവസ്റ്റ് ഈസ് ദ സീസൺ ഓഫ് ഇംപാർട്ടേഷൻ. ഇന്ന് പകൽക്കാല നിന്റെ പക്കൽ ഒരു കൃപ നൽകിയിട്ടുണ്ട്, നിന്റെ പക്കൽ ഒരു അഭിഷേകം നൽകിയിട്ടുണ്ട്. നീ അത് ചിലരിലേക്ക് കൈമാറുകയാണ്. ഓ, അത് നിന്റെ കലേക്ക് മറ്റു ചിലത് കൈമാറുകയാണ്. ബോവസ് സാന്നിധ്യത്തെ കൈമാറുന്നു. ഓ കൊയ്ത്തുകാര് ഇതാ ഒരു അനുഗ്രഹത്തെ കൈമാറുന്നു. ഇന്ന് ദൈവം നിന്റെ മേൽ ഒരു അഗ്നി അടിക്കുകയാണ്. To impart the presence of God, to impart the grace of God, to impart the power of God. La rasehere premeno hotoni ekemehenia rosmeherenia pronama hadana radana ebebebe horo resmeheragatania promono hodono hodonia era baba 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 re 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 Jesus.
റോമാലേഖനം 1-ാം 10-11 വേഗത്തിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. റോമാലേഖനം 1-ാം 10-11 റോമാലേഖനം 1-ാം 10-ാം വാക്യത്തിൽ പറയുകയാണ്. ആമേൻ. 11-ാം വാക്യം. ആമേൻ. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. 12-ാം വാക്യം. ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. ആമേൻ. ഞാൻ 12-ാം വാക്യത്തിന്റെ അവസാനം ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അപ്പൊ പൗലോസ് പറയുകയാണ്, ഞാൻ റോമിലെത്തി നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ തമ്മിൽ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ, എന്റെ അകത്ത് കിടക്കുന്ന കൃപാവരങ്ങൾ സ്വർഗം എന്റെ മേൽ നിക്ഷേപിച്ച ആ കൃപാവരങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളുടെ മേൽ ഇമ്പാർട്ട് ചെയ്യാം. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചില പൗലോസുമാർ എഴുന്നേൽക്കട്ടെ. നീ ചിലരെ ചെന്ന് കാണുമ്പോൾ തന്നെ ഒരു കൃപാവരം ഇമ്പാർട്ട് ചെയ്യാൻ. യെസ്, ചില ഡിവൈൻ മീറ്റിംഗ്സ്, ചില ഡിവൈൻ കണക്ഷൻസ് ഇന്ന് പകൽ. ഹേ 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 ലാ ലാ റാ സേ ഹേ രേ പ്രേശലേ ഹേ രേ രേ ആരാ ബാബാ ബാബാ ഷെഹരിയ പ്രമോല ഹലല ലാ 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 റേഖമ ഹതാനിയ. ആമേൻ. പക്ഷെ 13-ാം വാക്യം കണ്ടോ? 13-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലോ ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഒരു ഇമ്പാർട്ടേഷൻ ട്രിപ്പ് തൻ്റെ മേൽ വന്നപ്പോൾ ശത്രു അതിനെ മുടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അമേൻ 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 അമേൻ. ട്രിപ്പ് പോകുന്നവർക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. ടൂർ പോകുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷേ ഒരു ഇമ്പാർട്ടേഷൻ അതോറിറ്റി നിന്റെ അകത്ത് കിടന്നാൽ, നിന്റെ മേൽ ഒരു അഭിഷേകം കിടന്നാൽ, നിന്റെ മേൽ ഒരു നിയോഗം കിടന്നാൽ, നീ ഒരു ടെറിട്ടറിയിലേക്ക് ചെല്ലുമ്പോൾ ആ ടെറിട്ടോറിയൽ സ്പിരിറ്റുകൾ മുഴുവനോ ഭയപ്പെടോ, നീ കയറാതിരിക്കാൻ വാതിലടച്ചു നിൽക്കാം. ഹേ 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 ജീസസ്. ഒരു അഭിഷക്തന്റെ പ്രാർത്ഥനയ്ക്ക് വാതിലടയ്ക്കാൻ കഴിയും. ഒരു ദേശാന്തകാര ശക്തിക്കും ഒരു സമയത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? വാതിലടയ്ക്കാൻ കഴിയോ? ദമസ്കോസിനകത്ത് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമെന്നൊരു വാർത്ത പറയുന്നു. ദമസ്കോസിന്റെ പട്ടണത്തിന്റെ ഉൾമുറിക്കകത്തിരുന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇതിനകത്തേക്ക് ആക്രമണം വരരുതേ. അവന്റെ പ്രാർത്ഥന മുറിയിൽ എന്തെങ്കിലും ചലനം ഉണ്ടായോ? ഒരു ചലനവും ഉണ്ടായില്ല. അവന്റെ പ്രാർത്ഥന മുറിയിൽ എന്തെങ്കിലും മറുപടി കിട്ടിയോ? ഒരു മറുപടിയും കിട്ടിയില്ല. പക്ഷേ അവൻ ദമസ്കോസിന്റെ അകത്തളത്തിൽ പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ ദമസ്കോസിന്റെ പട്ടണവാതിൽക്കൽ നട്ടുച്ച നേരെ സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വാതിലടച്ചിട്ട് പറഞ്ഞു, അകത്തൊരുത്തൻ പ്രാർത്ഥിക്കുന്നു, ഇത് തുറക്കത്തില്ല. അഭിഷക്തന്റെ പ്രാർത്ഥന പട്ടണവാതിലുകളെ നിയന്ത്രിക്കും. ഇന്ന് പകൽ ഇതിനകത്ത് നിന്റെ പ്രാർത്ഥന ടെറിട്ടോറിയൽ ഡോർസിനെ, ടെറിട്ടോറിയൽ ബൗണ്ടറീസിനെ അത്തോറൈസ് ചെയ്യുന്ന ഒരു അഭിഷേകം. യെസ് യെസ് യെസ്. ഞാൻ വചനം പ്രസംഗിക്കുകയല്ല, ഞാൻ വചനം ശുശ്രൂഷിക്കുകയാണ്. ഇതാ ചിലരുടെ മേൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു അധികാരം കൈമാറുന്നു. To close the territorial doors, to open the territorial doors. Hey, നീ റീജിയന്റെ ബൗണ്ടറിയെ നിശ്ചയിക്ക്. നിന്റെ പ്രാർത്ഥന മുറി വാതിലുകളെ തുറക്കോ, നിന്റെ പ്രാർത്ഥന മുറി വാതിലുകളെ അടയ്ക്കോ. ഞാൻ കർത്താവിന്റെ അടുക്ക ചോദിച്ചു, കർത്താവേ, അനന്യാസ് അത്രയും നേരം പ്രാർത്ഥിച്ചിട്ടോ, കർത്താവ് എന്താ അനന്യാസിന്റെ മുറിയിലോട്ട് ചെല്ലാഞ്ഞ്? കർത്താവ് പറയടാ, അവൻ പ്രാർത്ഥിച്ചെന്റെ പേരിലല്ലേ ഞാൻ ദമസ്കോസിന്റെ വെളിയിൽ പോയി നിന്നത്. ഇന്ന് പകൽ നീ അറിയണം, നിന്റെ പ്രാർത്ഥനയുടെ ഉൾമുറിയിൽ അവൻ ഇറങ്ങി വരാതിരിക്കുമ്പോ നിന്റെ പ്രാർത്ഥനയുടെ ഇമ്പാക്ട് എവിടെയാണോ തൊടേണ്ടത് അവിടെ അവൻ ഇറങ്ങി നിൽക്കുകയാണ്. ദമസ്കോസിന്റെ ഉൾമുറിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യ, ദമസ്കോസിന്റെ പട്ടണത്തിന്റെ വെളിയിൽ നിനക്ക് വേണ്ടി ദൈവ ദൂതനല്ല, സ്വർഗം തുറന്ന് രാജാവ് തന്നെ. എല്ലായ്പ്പോഴും പ്രാർത്ഥനയുടെ മറുപടി ഒരുപോലെ ആയിരിക്കത്തില്ല.
പത്മോസിൽ യോഹന്നാൻ പ്രാർത്ഥിച്ചു, കർത്താവ് പ്രാർത്ഥനാ സ്ഥലത്ത് ഇറങ്ങി വന്നു. അനന്യാസ് പ്രാർത്ഥിച്ചു, പട്ടണത്തിന്റെ വെളിയിൽ ഇറങ്ങി ചെന്നു. അമ്മേ, പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, കാരാഗൃഹം തുറന്നു. യോഹന്നാൻ പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. നിന്റെ പ്രാർത്ഥനയുടെ ഇമ്പാക്ട് പല തലത്തിലായിരിക്കും. പക്ഷെ ദൈവം വിശ്വസ്തൻ. കരമടിച്ചു പറഞ്ഞ്, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. പൗലോസ് പറയുകയാണ്, റോമിലെ ടെറിട്ടോറിയൽ സ്പിരിറ്റുകൾ എന്നെ അങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങോട്ട് വന്നാൽ എൻ്റെ അകത്ത് കിടക്കുന്ന കൃപ അവിടെ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു. അതെനിക്കറിയുന്നതിനെക്കാട്ടിലുപരി പൈശാചിക മണ്ഡലങ്ങൾക്കറിയാം. ഇന്ന് പകൽ ഞാനൊരു കാര്യം നിന്നോട് പറയാം. ഒരു ലാൻഡിലെത്തുന്നതിന് ശത്രു ഭയങ്കരമായി നിന്നെ ബ്ലോക്ക് ചെയ്യുന്നെങ്കിൽ നിന്റെ മിഷൻ ആ ലാൻഡിലാണ്. ഒരു റീജിയണിൽ നീ ചർച്ച് പ്ലാൻ ചെയ്തിട്ട് നിന്ന് വല്ലാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ നിന്നെ കൊണ്ട് ദൈവത്തിനൊരു വല്ലാത്ത മിഷൻ. പ്രതിസന്ധികളുടെ നടുവിൽ നീ പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഇവിടെ അയച്ചൊന്നും എനിക്കൊരു കൺഫർമേഷൻ തരണേ. ശത്രു ഇത്രയും കിടന്ന് ബഹളം വെക്കുന്ന കണ്ടില്ലേ? ഇത് തന്നെയാ നിന്റെ കൺഫർമേഷൻ. ആമേൻ. ഇത് തന്നെയാണ് നിന്റെ കൺഫർമേഷൻ. ഞാൻ മുൻപോട്ട് പോകട്ടെ. സീസൺ ഓഫ് ഹാർവെസ്റ്റ് ഇസ് ദ സീസൺ ഓഫ് റിസ്റ്റോറേഷൻ ആൻഡ് സീസൺ ഓഫ് ഇമ്പാർട്ടേഷൻ. ഈ ഇമ്പാർട്ടേഷൻ നടക്കേണ്ടിയപ്പം നീ ഗുഹയിലിരുന്നാൽ മതിയോ? ഗുഹയിലിരുന്നാൽ മതിയോ? അനുഗ്രഹം കൈമാറുന്ന കാലത്ത്, കൃപാവരം കൈമാറുന്ന കാലത്ത്, ജീസസ് ഇന്ന് ഈ ചർച്ചിലിരിക്കുന്ന നിറഞ്ഞ ജനത്തെ കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നു, ജീസസ്, കൃപയും കൃപാവരവും പങ്കുവയ്ക്കപ്പെടുന്ന ഉപവാസ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയായിരുന്നു? നീ ഗുഹയ്ക്കകത്തിരിക്കുകയാണോ? നോ. This is season of harvest. You should not be in the cave, but be in the presence of God. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ, സമയം വേഗത്തിൽ പോകുന്നു. രണ്ട്, ഒരു ഹാർവസ്റ്റ് സീസണിന്റെ പ്രത്യേകത. ഉത്തമഗീത ലേവ്യ പുസ്തകം 23 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലേവ്യ പുസ്തകം 23 അധ്യായം അതിൻ്റെ 10 വാക്യം, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിൽ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അപ്പൊ കൊയ്ത്തുകാലം വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? കൊയ്ത്തുകാലം വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? പുരോഹിതന്റെ അടുക്കൽ വരും, ആലയത്തിൽ വരും. അമേൻ. അതുവരെ പള്ളി കയറാത്തവനും അന്ന് എന്ത് ചെയ്യും? പള്ളി കയറും. അമേൻ. പുരോഹിതന്റെ അടുക്കൽ വരും, ദശാംശം കൊടുക്കും, സ്വോത്ര കാഴ്ച ഇടും. അവൻ പുരോഹിതനുമായിട്ട് അവൻ എന്ത് ചെയ്യും? ഒരു ഫെലോഷിപ്പിലേക്ക് എന്ത് ചെയ്യോ? അവൻ മടങ്ങി വരികയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, സീസൺ ഓഫ് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനിങ്ങനെ പറയും, സീസൺ ഓഫ് ഫെലോഷിപ്പ്. കുറച്ചും കൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ സീസൺ ഓഫ് സ്പിരിച്വൽ എൻറിച്ച്മെന്റ്, ഒരു ആത്മീയ പരിപോഷണത്തിന്റെ കാലമാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, കൊയ്ത്തുകാലത്തിൽ അമേൻ അമേൻ ആ കൊയ്ത്തുകാലത്തിൽ അമേൻ വിളവെടുക്കുന്നവൻ എന്ത് ചെയ്യോ? അവൻ പുരോഹിതന്റെ അടുക്കൽ വരോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യു ക്യാൻ ചേഞ്ച് യുവർ സീസൺ ടു ഹാർവെസ്റ്റ്. എങ്ങനെയാണ്? അമേൻ അമേൻ കൊയ്ത്തുണ്ടെങ്കിലും കൊയ്ത്തില്ലെങ്കിലും, മുമ്പേ അഭിഷക്തൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞതുപോലെ അമേ അമേൻ അമേ ഗോശാലകളും കന്നുകാലികളോ തൊഴുത്തുകളും മുന്തിരിവള്ളികളും മാതളങ്ങളോ ഫലം കായ്ച്ചാലും കായ്ച്ചില്ലെങ്കിലോ ഞാൻ ദൈവാലയത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുന്നെങ്കിൽ, ഞാൻ ആ സ്പിരിച്വൽ എൻറിച്ച്മെന്റിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ എൻ്റെ സീസണുകൾ എന്തായി മാറോ? ഹാർവെസ്റ്റ് സീസണായി മാറോ. സ്പിരിച്വൽ എൻറിച്ച്മെന്റ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിനക്ക് എത്ര പണമുണ്ടെങ്കിലോ, നിനക്ക് എത്ര സ്ഥാനമുണ്ടെങ്കിലോ, നിനക്ക് എത്ര പദവി ഉണ്ടെങ്കിലോ, നീ പുരോഹിതന്റെ അടുക്കൽ വരുന്നില്ല എങ്കിൽ, നീ ആലയത്തിൽ വരുന്നില്ലെങ്കിൽ, നീ നീരാജനം ചെയ്യുന്നില്ലെങ്കിൽ, നീ ഒരു കൊയ്ത്തുകാലത്തിലല്ല, നീ ഒരു നന്മയുടെ കാലത്തിലല്ല. കൊയ്ത്തുകാലത്തിന്റെ അടയാളം, യു ഷാൽ സ്റ്റാൻഡ് ഇൻ ദ ആൾട്ടർ ഓഫ് ഗോഡ്. കൊയ്ത്തുകാലത്തിൽ
ആമേൻ. കൊയ്ത്തുകാലത്തിൽ അവൻ എവിടെ നിൽക്കും? ആലയത്തിന്റെ പ്രാകാരത്തിൽ നിൽക്കും. അവൻ ആരുടെ കൂടെ നിൽക്കും? പുരോഹിതന്റെ കൂടെ നിൽക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നീ പുരോഹിതന്റെ കൂടെയാണോ നിൽക്കുന്നത്? പ്രാകാരത്തിലാണോ നിൽക്കുന്നത്? നീ വിശുദ്ധ സ്ഥലത്താണോ നിൽക്കുന്നത്? നീ ആലയത്തിലാണോ നിൽക്കുന്നത്? അതോ നീ തെക്കും മടക്കും നടക്കുകയാണോ? ഇന്ന് പകൽ കൊയ്ത്ത് കാലത്തിൽ ഞാൻ ദൈവാലയത്തിൽ അഭിഷക്തന്മാരോട് ചേർന്ന് ജീസസ് the fellowship, amen, reunion and restoration is the season of harvest. Impartation is the season of harvest, amen. Spiritual enrichment is the season of harvest. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 126-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം, ഞാനത് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് കാണിക്കുന്നു, വേറൊരു വാക്യത്തിലേക്കൂടെ കൊണ്ടുപോകാം. 126-ന്റെ 5-ാം വാക്യം, ആമേൻ. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 3-ാം വാക്യം, യെശയ്യാ 9:3. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ. അപ്പൊ കൊയ്ത്തുകാലം എന്താണെന്നറിയാമോ? അത് സന്തോഷിക്കേണ്ട കാലമാണ്. ഇപ്പോൾ കൊയ്ത്തുകാലത്തിൽ ദാവീദ് എവിടെ ഇരിക്കുകയാണെന്നറിയാമോ? ഇരുട്ട് നിറഞ്ഞ, നല്ല ശ്വാസം കിട്ടാത്ത, നല്ല ഒരു സുഗന്ധം പോലും ഇല്ലാത്ത ആമേൻ ഗുഹയ്ക്കകത്ത്, മാലിന്യങ്ങൾ നീക്കാൻ പോലും പ്രയാസപ്പെടേണ്ട ഗുഹയ്ക്കകത്തിരിക്കുക. ആര്? ആമേൻ, ദാവീദ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ സന്തോഷിക്കേണ്ട സമയത്ത് നീ സന്തോഷിക്കേണ്ട സമയത്ത് നിന്നെ ഇരുട്ട് നിറഞ്ഞ ഗുഹയ്ക്കകത്ത് കൊണ്ട് നിർത്തുന്നെങ്കിൽ, നിന്റെ ബേത്ലഹേമിൽ ഒരു പട്ടാളമുണ്ട്, നിന്റെ കതിർനിലങ്ങളിൽ ഒരു പാളയമുണ്ട്, നിനക്കെതിരെ ഫെലിസ്ത്യൻ പടപൊരുതുകയാണ്. ഇന്ന് പകൽക്കാല ഇത് നീ സന്തോഷിക്കേണ്ട കാലമാണ്. എൻ്റെ സഹോദരങ്ങളെ, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയുന്നു, this is the season to rejoice in the Lord. ഇത് ദൈവത്തിൽ സന്തോഷിപ്പാനുള്ള ദിവസമാണ്, ഇത് ദൈവത്തിൽ സന്തോഷിപ്പാനുള്ള സമയമാണ്. ഇത് ഞാൻ കരയാനുള്ള കാലമല്ല, ഇത് ഞാൻ നിരാശപ്പെടാനുള്ള കാലമല്ല, ഇതെന്റെ ജീവിതത്തിന്റെ സന്തോഷ സമയമാണ്. അടുത്തിരിക്കുന്നവർക്ക് കാര്യം കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് സന്തോഷത്തിന്റെ സമയമാണ്. ആമേൻ, ഇത് സന്തോഷത്തിന്റെ സമയമാണ്. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അടുത്തിരിക്കുന്നവരുടെ അടുക്ക പറഞ്ഞ്, ഇത് സന്തോഷത്തിന്റെ സമയമാണ്. അപ്പൊ സന്തോഷത്തിന്റെ സമയത്ത് നീ ഗുഹയിലിരിക്കരുത്. ജീസസ്. അടുത്തത് കൊയ്ത്തുകാലത്തിന്റെ പ്രത്യേകത. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാം വാക്യം. ധാന്യം വിളയുമ്പോൾ അടുത്തത്, കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ. അപ്പൊ കൊയ്ത്തുകാലത്ത് എങ്ങനെ പ്രവർത്തിക്കണം? സ്വിഫ്റ്റ് ആക്ഷൻസ്, ഇമ്മീഡിയറ്റ് ആക്ഷൻസ്. കൊയ്ത്തുകാലത്ത് എങ്ങനെ പ്രവർത്തിക്കണം? ഇമ്മീഡിയറ്റ് ആക്ഷൻ. എൻ്റെ സഹോദരങ്ങളെ, കൊയ്ത്തുകാലത്തെല്ലാം ഇമ്മീഡിയറ്റ് ടൈം ബീങ്, അതിൻ്റെ ക്ലിപ്തതയ്ക്കകത്തായിരിക്കണം എന്ത് സംഭവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ സുന്ദര ഗോപുരവാതിൽക്കൽ ഇരിക്കുന്ന മുടന്തൻ സൗഖ്യമാവുകയാണ്. അവിടെ ഇങ്ങനെ ഒരു വാക്കാണ് എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥനാ സമയത്ത് അവർ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ. സ്വിഫ്റ്റ് മൂവ്മെന്റ്, റൈറ്റ് ടൈം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കൊയ്ത്തുകാലത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാറ്റിനും ലേറ്റ്, ആരാധനയ്ക്കും ലേറ്റ്, പ്രാർത്ഥനയ്ക്കും ലേറ്റ്, പ്രസംഗത്തിനും ലേറ്റ്. ശരിയാ പാസ്റ്ററെ, ഞാനും പ്രാർത്ഥനാ സമയത്ത് ആലയത്തിൽ വരുന്നത്. ഏത് പ്രാർത്ഥനാ സമയത്ത്? അവസാനത്തെ ആശീർവാദ പ്രാർത്ഥനാ സമയത്ത്. നോ 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 പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിൽ വരണം. ആമേൻ. നിന്റെ ടൈം കീപ്പിംഗ് കറക്റ്റ് ആയിരിക്കണം. ജീസസ്. അവൻ കൊയ്ത്ത് കാലത്ത് ഉടനെ എന്ത് ചെയ്യും? അരിവാൾ ചെയ്യും. സ്വിഫ്റ്റ് മൂവ്മെന്റ്, സ്വിഫ്റ്റ് ആക്ഷൻസ്. ആമേൻ. പക്ഷേ സ്വിഫ്റ്റ് ആക്ഷൻ നടക്കേണ്ടിടത്ത് ഇവനെ പിടിച്ചിപ്പോൾ എവിടെ ഇട്ടിരിക്കുകയാണെന്നറിയാവോ? ഇവനെ പിടിച്ച് ഗുഹയ്ക്കകത്തിരിക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, എവിടെ ദൈവപ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് താങ്ങിയും തൂങ്ങിയും അല്ല. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു 400 വർഷത്തെ പരിപാടിയാണ്. പക്ഷെ ദൈവം വിടുവിക്കുമ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? നേരം വെളുക്കാൻ സമ്മതിക്കാതെ അരച്ച മാവ്
ചുട്ട് ദോശ തിന്നാൻ സമ്മതിക്കാതെ അവൻ നിന്ന നിപ്പിൽ ലോത്തിനെ ദൈവം വിടുവിക്കുന്നു. താമസിക്കുന്നെന്ന് കണ്ടപ്പോൾ ദൂതൻ കൈക്ക് പിടിച്ചോണ്ട് ആമേൻ പാസ്റ്ററിന്റെ ഫോണിന്റെ ചാർജർ എടുത്തില്ല, ചാർജറൊന്നുമില്ല, ഇവന്റെ വൈഫൈയും എല്ലാം പൊട്ട, ഒന്നുമില്ല. സ്വിഫ്റ്റ് മൂവ്മെന്റ്. റബേക്കയെ പിടിക്കാൻ ലെലയാസർ കയറി ചെന്നു. ലാബാൻ പറഞ്ഞു, വാ നാളെ പോവാം. നോ 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 നോ, ദൈവപ്രവർത്തികൾ സ്വിഫ്റ്റ് മൂവ്മെന്റ് ആണ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിച്ചു. എന്നിട്ട് ഈ തമ്പുരാൻ അവരെ യോർദാന്റെ തീരത്തേക്ക് കൊണ്ടുവന്നു. യോർദാന്റെ തീരത്തേക്ക് കൊണ്ടുവന്നപ്പോൾ യോർദാൻ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? കരകവിഞ്ഞൊഴുകുക. എൻ്റെ സഹോദരങ്ങളെ, 12 മാസങ്ങളിലാകെ 2 മാസമേ ഈ യോർദാൻ എന്ത് ചെയ്യത്തുള്ളൂ എന്നറിയാമോ? കരകവിഞ്ഞൊഴുകത്തുള്ളൂ. ബാക്കി 10 മാസം ഇത് കാലും കൊണ്ട് ചുമ്മാതെ നമ്മൾ വെള്ളം കളിച്ച് പോകാൻ വരുന്ന പരുവത്തിലേ ഈ വെള്ളമുള്ളൂ. ചില സമയത്ത് ദൈവം ഇങ്ങനെ മര്യാദകേടാണ് കാണിക്കുന്നത്. ബാക്കി 10 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ കൊണ്ടുവന്നാൽ പോരെ. ഈ പ്രതിസന്ധിക്കകത്ത് കൊണ്ടു നിർത്തേണ്ട കാര്യമുണ്ടോ? പക്ഷേ യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത് എപ്പോഴാണെന്നറിയാമോ? യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത്, ആമേൻ, എൻ്റെ കുഞ്ഞുങ്ങളെ, ഹാർവസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏത് സീസൺ ആണെന്നറിയാമോ? സ്പ്രിംഗ് സീസണാണ്. സ്പ്രിങ്ങിന് തൊട്ട് മുമ്പുള്ള സീസൺ ഏതാണ്? സ്പ്രിങ്ങിന് തൊട്ട് മുമ്പുള്ള സീസൺ വിന്റർ. വിന്ററിന് മുമ്പുള്ളത് ഏതാണ്? ഓട്ടം. ഈ ഓട്ടത്തിനോടനുബന്ധിച്ചാണ് ഇത് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഇത് വിതയ്ക്കുന്നത്. വിതച്ചതിന് ശേഷം ഇത് വിന്റർ സീസണിലേക്ക് പോകുമ്പോൾ ദൈവം ഈ വിതച്ചതിന് മുഴുവനും എന്തോ ചെയ്തുകൊണ്ടിരിക്കുമെന്നറിയാമോ? മഞ്ഞ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ വിളനിലത്ത് മുഴുവനും മഞ്ഞ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ മഞ്ഞ് ഇത് ഇവിടെല്ല, ഇതിനെ ദൈവം നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിന്റർ സീസണിൽ യോർദാൻ ഒഴുകി വരുന്നത് ഹെർമോൻ മലനിരകളിൽ നിന്നാണ്. അപ്പോൾ ഈ ഹെർമോനിൽ മുഴുവനും എന്ത് ചെയ്യുമെന്നറിയാമോ? മഞ്ഞിങ്ങനെ അടിഞ്ഞു കിടക്കും. എന്നിട്ട് ഈ വിന്റർ സീസൺ മാറി സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും, സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്ക് ഈ ഹെർമോനിൽ കെട്ടിക്കിടക്കുന്ന മഞ്ഞ് മുഴുവനും ഉരുകിയിട്ട് ഇതെന്ത് ചെയ്യാൻ തുടങ്ങോ? യോർദാനിൽ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങോ. അമേൻ, 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 അമേൻ. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ദൈവം ബോധക്കേടാണോ കാണിച്ചേ? മര്യാദകേടാണോ കാണിച്ചത്? അല്ല. അമേൻ. ഈ കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വഴക്കുണ്ടാക്കുക. ഞാൻ എപ്പോൾ എവിടെ ചെന്നാലും കരകവിയുന്ന പ്രശ്നമാണ്. ഞാൻ എപ്പോൾ എവിടെ ചെന്നാലും യോർദാൻ കരകവിയുക. എനിക്ക് കരകവിയുന്ന യോർദാൻ മാത്രമേ ഉള്ളൂ. കർത്താവ് ചെവി പറയും, എടാ പൊട്ട ചെറുക്ക, നിനക്ക് മനസ്സിലായില്ലയോ? ഈ സമയത്താണ് അപ്പുറത്ത് ഹാർവസ്റ്റ് നടക്കുന്നത്. ഹാർവസ്റ്റ് സീസൺ സ്വിഫ്റ്റ് മൂവ്മെന്റിന്റെ സമയമാണ്. യോശുവ 3:15 അവിടെ പറയുകയാണ്, കൊയ്ത്ത് കാലത്ത് യോർദാൻ കരകവിഞ്ഞൊഴുകും. ഞാനായിരുന്നു എഴുതിയിരുന്നെങ്കിൽ എഴുതിയാനെ, ഞാൻ എവിടെ പോയാലും കരകവിഞ്ഞൊഴുകും. പക്ഷെങ്കിൽ യോശുവ ഇക്കരെ നിന്നുകൊണ്ടല്ല അത് എഴുതിയത്. ഇക്കരെ നിന്നുകൊണ്ട് എഴുതി, പക്ഷേ അക്കരെ കണ്ടുകൊണ്ട് എഴുതി. ഇക്കരെ നിന്നുകൊണ്ടല്ല അദ്ദേഹം എഴുതിയത്. ഇക്കരെ നിന്നുകൊണ്ട് അക്കരെ കണ്ടുകൊണ്ട് എഴുതി. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അക്കരെ കണ്ടുകൊണ്ടൊന്ന് എഴുതി നോക്കി. അക്കരെ കണ്ടുകൊണ്ട്, ആഫ്റ്റർ ദിസ് സീസൺ വാട്ട് വിൽ ഹാപ്പൻ, ആഫ്റ്റർ ദിസ് ട്രയൽ വാട്ട് വിൽ ഹാപ്പൻ. ആമേൻ. ഒരു അഭിഷക്തൻ എപ്പോഴും അക്കരെ കണ്ടുകൊണ്ട് സംസാരിക്കും. ഞാൻ തീയിൽ നിന്ന് പുറത്തു വരും, അപ്പോൾ ഞാൻ പൊന്നു പോലെ ഇരിക്കും. ഹോലി സ്പിരിറ്റ്. ആമേൻ. യേശു പറഞ്ഞു, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണത്തില്ല, പിന്നെയും കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ആമേൻ, ആമേൻ. പ്രതിസന്ധികളെ നോക്കി സംസാരിക്കാതെ പ്രതിസന്ധികൾ കഴിഞ്ഞുള്ള എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കുക. നീ പ്രോസസ്സിനെ കുറിച്ചല്ല, നീ റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുക. യോശുവ കരകവിയുന്ന യോർദാനെ നോക്കിയിട്ട് പറയുകയാണ്, യോർദാൻ ഇവിടെ കരകവിയുന്നു, പക്ഷെ അപ്പുറത്ത് ഹാർവസ്റ്റ് ആണ്. കൊയ്ത്ത് കാലത്ത് താങ്ങിയും തൂങ്ങിയും നിന്നാൽ, ആമേൻ, നമുക്കവിടെ ഒരു ലോഡ്ജ് റൂം എടുത്തിട്ട് പറയാം, ഏതായാലും വെള്ളം കുറയട്ടെ എന്നിട്ട് പോകാമെന്ന്. വെള്ളം കുറഞ്ഞിട്ട് പോയാൽ മതി. പക്ഷെ നീ അക്കരെ ചെല്ലുമ്പോൾ, ആമേൻ, കൊയ്ത്ത് നിലങ്ങളെല്ലാം കാലിയായി കിടക്കുന്നത്. 5-6 കാലാവൃക്കം വല്ലോ അവിടെ കാണാൻ കിട്ടോ. പക്ഷേ ചില പ്രതിസന്ധികൾക്കകത്തുകൂടെ ദൈവം നിന്നെ കടത്തി വിടുന്നത്, കരകവിയുന്ന യോർദാനിൽ ദൈവം നിന്നെ കടത്തി വിടുന്നത്. ഈ സീസണിൽ നീ ക്രോസ് ചെയ്താലേ, ആമേൻ, നിനക്ക് ഹാർവസ്റ്റ് പിടിക്കാൻ കഴിയത്തുള്ളൂ. ഈ സീസണിൽ ജീസസ്. ആമേൻ. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, യോശുവയുടെ അടുക്ക പറഞ്ഞു, ഇത്രയും നാളും നിങ്ങളുടെ നടുവിലിരുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? പെട്ടകം. നിങ്ങളുടെ നടുവിലിരുന്ന സാധനം പെട്ടകം. ആ പെട്ടകത്തെ 4 പേരെടുത്തുകൊണ്ട്
യോർദാന്റെ നടുക്ക് പോയി നിൽക്കണം. ഈ ജനം അക്കരെ കടക്കുവോളം മഞ്ഞുരുകി വരുന്ന തണുത്തുറഞ്ഞ യോർദാന്റെ നടുവിൽ ഞാൻ എൻ്റെ പുരോഹിതന്മാരോട് കൂടെ നിൽക്കും. എൻ്റെ ജനം വേഗത്തിൽ അക്കരെ കടക്കും. They shall inherit the harvest of the Canaan. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നീ താങ്ങിയും തൂങ്ങിയും നിൽക്കേണ്ട സമയമല്ല. A swift action. സ്നാനപ്പെടുവാണെങ്കിൽ ഉടനെ വെട്ടോണം. മാനസാന്തരപ്പെടുവാന്നെ ഇന്ന് വെട്ടോണം. സ്നാനപ്പെടുവാന്നെ ഈ മാസം സ്നാനപ്പെട്ടോണം. വേർപാട് അനുഷ്ഠിക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ ഇന്ന് തീരുമാനിച്ചോണം. എന്നെങ്കിലും സ്നാനപ്പെടുന്നവൻ കൊയ്ത്ത് കഴിഞ്ഞിട്ട് സ്നാനപ്പെടട്ടെ. അവൻ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നേ. പക്ഷേ ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ഞാൻ സ്നാനപ്പെടുവാന്നെ ഉടനെ സ്നാനപ്പെടും. ഞാൻ മാനസാന്തരപ്പെടുവാന്നെ ഉടനെ സ്നാനപ്പെടും. അല്ല പാസ്റ്റർ, ഞാനും തീരുമാനം എടുത്തിരിക്കുക. പിന്നെ അച്ഛനും അച്ഛൻ്റെ അമ്മാമയും അച്ഛൻ്റെ അപ്പച്ചനും കുടുംബത്തിലും ഞങ്ങളുടെ നാട്ടിലെ 4 പേരും കൂടെ ഒക്കെ മാനസാന്തരപ്പെട്ടിട്ട് ഞങ്ങളൊരു വില്ലേജ് ബാപ്റ്റിസം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഇന്ന് പകൽക്കാല കർത്താവായ യേശുവിൽ നീ ഒന്ന് വിശ്വസിക്ക്, നീ ഒന്ന് ഇറങ്ങിത്തിരിക്ക്, നീ ഒന്ന് ചലിക്ക്. നിന്റെ പുറകെ ലോകം ചലിക്കും. ജീസസ്, ജീസസ്, നീ ഇറങ്ങിത്തിരിക്ക്, നിന്റെ പുറകെ ലോകം ചലിക്കും. ഇസ്രായേൽ മുഴുവനും പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോൾ മോശ ഒറ്റയ്ക്ക് നിന്ന് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചോ. ഇസ്രായേൽ മുഴുവൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ മോശ ഒറ്റയ്ക്ക് വടി നീട്ടാൻ തുടങ്ങി. Stand alone in the faith and you shall see the miracles of God. ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ നീ ഒന്ന് മുൻപോട്ടിറങ്ങ്. നിന്റെ പുറകെ ലോകം ചരിക്കുന്നത് കാണാൻ കഴിയും. ഞാനെല്ലാം സമ്മതിച്ചു പാസ്റ്റേ, ഞാനെല്ലാം സമ്മതിച്ചു. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് സ്നാനപ്പെടുന്നു. പാസ്റ്റർ പറഞ്ഞു ദൂത അനുഗ്രഹമായിരുന്നു, അതെന്നോട് തന്നെ ആയിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് സ്നാനപ്പെടുന്നു. എൻ്റെ കൊച്ചു ഞാനും കൂടെ ഒരുമിച്ച് സ്നാനപ്പെടുന്നു. കൊച്ചിന് എത്ര വയസ്സായി? 4 വയസ്സ്. എങ്ങനെ ആയിരുന്നാലും ഒരു 10 വർഷത്തെ നമ്മുടെ നാട്ടിലൊക്കെ കടം മേടിക്കുന്നവർ പറയും അടുത്ത ഓണത്തിന് സെറ്റ്. അപ്പോൾ ഓണം വരെ വിളിക്കത്തില്ലല്ലോ. ഓണത്തിന് വിളിക്കുമ്പം പറയും 2 ആഴ്ചത്തെ സമയം ചിട്ടി പിടിച്ചു, പക്ഷേ വന്നില്ല. 2 ആഴ്ച കഴിയുമ്പം പറയും ദീപാവലിക്ക് സെറ്റാന്നേ, ദീപാവലിക്ക് സെറ്റ്. അത് പിന്നെ ക്രിസ്മസ് ആവും. പിന്നെ എല്ലാ വർഷവും ഓണം ഉണ്ടല്ലോ, എല്ലാ വർഷവും ക്രിസ്മസ് ഉണ്ടല്ലോ. ജീസസ്, നീ കടം മേടിച്ചവൻ്റെ ഓണവും ക്രിസ്മസും പോലെയല്ല ദൈവത്തിൻ്റെ കൽപ്പനകളെ ചെയ്യേണ്ടത്. കൊയ്ത്ത് കാലമുള്ളവൻ ചോദിക്കും, ദേ വെള്ളം, ഇനി എന്തോ നോക്കി നിൽക്കുകയാ, എനിക്ക് മുങ്ങണം, എന്നെ മുക്ക്. ജീസസ്, എനിക്ക് മുങ്ങണം, എന്നെ മുക്ക്. ജീസസ്, മുമ്പോട്ട് പോകട്ടെ. കൊയ്ത്ത് കാലം to act immediately. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഗലാത്യർ 6:7 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. നീ കരഞ്ഞതിനൊക്കെ ഒരു മറുപടിയില്ലേ? നീ ഉപവസിച്ചതിനൊക്കെ ഒരു മറുപടിയില്ലേ? നീ എളിയവരോട് കൃപ കാണിച്ചതിനൊക്കെ ഒരു മറുപടിയില്ലേ? നീ ദൈവവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്തതിനൊക്കെ ഒരു മറുപടിയില്ലേ? നീ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു മറുപടിയില്ലേ? നീ ഒരു പൊട്ടനെ പോലെ നിന്ന് ആരാധിച്ചതിനൊക്കെ മറുപടിയില്ലേ? എല്ലാവരും പരിഹസിച്ചിട്ട് നീ തുള്ളിച്ചാടി ആരാധിച്ചതിനൊക്കെ ഒരു മറുപടിയില്ലേ? ഇല്ലേ? കർത്താവിനെ അന്ധമായി സ്നേഹിച്ചു വിശ്വസിച്ച് നിന്നതിന് ഒരു മറുപടിയില്ലേ? നിനക്കൊരു റിസൾട്ടുണ്ട്, നിനക്കൊരു റിവാർഡുണ്ട്. അതിൻ്റെ പേരാണ് ഹാർവസ്റ്റ്. ഹാർവസ്റ്റ് അതൊരു റീയൂണിയൻ്റെ കാലമാണ്, അതൊരു റിസ്റ്റോറേഷൻ്റെ കാലമാണ്, അതൊരു ഇമ്പാർട്ടേഷൻ്റെ കാലമാണ്, അതൊരു സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റിൻ്റെ കാലമാണ്, അതൊരു സന്തോഷത്തിൻ്റെ കാലമാണ്, അതൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ്റെ കാലമാണ്, അത് നിൻ്റെ റിസൾട്ടുകളുടെ കാലമാണ്. പക്ഷേ ഈ കാലത്തിൽ എന്ത് ചെയ്യുകയാണ്? ഈ കാലത്തിൽ എന്ത് ചെയ്യുകയാണ്? ഗുഹയിലേക്ക് തള്ളുകയാണ്. ഇന്ന് എൻ്റെ ശുശ്രൂഷ അതിനകത്താണ് നിൽക്കുന്നത്. നിനക്കൊരു ഹാർവസ്റ്റ് സീസണുണ്ട്, നിനക്കൊരു റീയൂണിയൻ ഉണ്ട്, നിനക്കൊരു റെസ്റ്റോറേഷൻ ഉണ്ട്, നിനക്കൊരു ഇമ്പാർട്ടേഷൻ ഉണ്ട്, നിനക്കൊരു സ്വിഫ്റ്റ് ആക്ഷൻ ഉണ്ട്, നിനക്കൊരു പ്രോസ്പെറിറ്റി ഉണ്ട്, നിനക്കൊരു ജോയ്ഫുൾ സീസൺ ഉണ്ട്, നിനക്കൊരു സ്പിരിച്വൽ എൻറിച്ച്മെന്റ് ഉണ്ട്, നിനക്കൊരു റിവാർഡും റിസൾട്ടും ഉണ്ട്. പക്ഷെ അതറിയുന്ന സാത്താൻ നിന്നെ ഒരു ഗുഹയ്ക്കകത്ത് ഒതുക്കുക. ഇന്ന് പകൽ ഞാൻ ദൈവാധികാരത്തിനകത്ത്
അപ്പാ, 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 ജീസസ്. താങ്ക് യു ലോർഡ്. But why you are in cave? കൊയ്ത്തുകാലം വന്നപ്പോ നീ എന്താ ഗുഹയ്ക്കകത്ത് പോയി? പരിശുദ്ധാത്മാവിന്ന് പകൽ ഇതിനകത്ത് ചിലത് ചെയ്യും. ദാവീദ് 2 ഗുഹകളിലാണ് പ്രധാനമായി താമസിച്ചത്. ഒന്ന് അദുല്ലാം ഗുഹയിൽ. അദുല്ലാം ഗുഹ എന്ന് പറഞ്ഞാൽ കുമ്മായ സ്ഥലമാണ്. ഈ കുമ്മായ സ്ഥലത്തിനകത്ത് ഒത്തിരി ഹോളോ സ്പേസുകളുണ്ട്. നീ കൊയ്ത്ത് കാലത്ത് കുമ്മായ കുന്നിലിരിക്കരുത്. നീ കൊയ്ത്ത് കാലത്ത് കുമ്മായ കുന്നിലിരിക്കരുത്. 2, ദാവീദ് ഇരുന്നത് എൻഗദി ദുർഗങ്ങളിലാണ്. ദാവീദ് ഏറ്റവും കൂടുതൽ ഗുഹയിലിരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം, ശൗൽ തന്നെ വേട്ടയാടിയപ്പോൾ. ശൗൽ, നീ എന്തിനാണ് ദാവീദിനെ വേട്ടയാടുന്നത്? ഇപ്പുറത്ത് നിന്ന് ആള് പറയും, കണ്ണുകടി കൊണ്ടാണ്, അസൂയ കൊണ്ടാണ്. ദാവീദിനെ ഗുഹയിലേക്ക് തള്ളിയത് എന്താണെന്നറിയാമോ? ഒരസൂയ. നിന്റെ ഹാർവസ്റ്റ് സീസണിൽ നീ ഗുഹയ്ക്കകത്ത് ഒതുങ്ങിയത് എവിടെയാണെന്നറിയാമോ? നിനക്കെതിരെയുള്ള അസൂയ. എന്റെ സഹോദരങ്ങളെ, അസൂയ പവർഫുൾ ആണ്. യോസെഫിന്റെ 13 വർഷം നഷ്ടപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? സഹോദരന്മാരുടെ അസൂയയാണ്. ഹോളി സ്പിരിറ്റ്. ഞാൻ കുറച്ചും കൂടെ ശൗലിന്റെ ജീവിതത്തിൽ ഇൻ ഡെപ്ത് ആയിട്ട് പറയാം. ശൗലിന് പണ്ടേ ബാധ കൂടും. ബാധ കൂടുമ്പോൾ ദാവീദ് ഇരുന്ന് എന്തോ ചെയ്യും? വർഷിപ്പ് ചെയ്യും. ദാവീദിന്റെ വർഷിപ്പിനകത്ത് ശൗലിന്റെ ബാധ ഒതുങ്ങും. അന്ന് ശൗലിന് ബാധ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ശൗലിന് എന്തോ കൂടെ തുടങ്ങി? അസൂയ കൂടെ തുടങ്ങി. ഇമോഷണൽ നെഗറ്റിവിറ്റിയും ഇമോഷണലി ജലസും അവന്റെ ഡിമോണിക് സ്പിരിറ്റിന്റെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാവീദ് വർഷിപ്പ് ചെയ്തപ്പോൾ ഇവൻ എന്തോ ചെയ്തു? ഭൂതം മാത്രമാണ് ആരാധനയില് ഒതുങ്ങും. പക്ഷെ അസൂയ ഉണ്ടെങ്കിലോ ആരാധനയിൽ ഒതുങ്ങുകയല്ല. അവൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം പിന്നെ അവൻ അവിടെ വർഷിപ്പ് ചെയ്തോ? സ്ഥാനം തെറിപ്പിച്ചു. See how much powerful, impactful is jealous, the spirit of jealous. Oh, ദാവീദ്, നീ എന്താണ് എൻഗദിയുടെ ഗുഹയ്ക്കകത്തിരിക്കുന്നത്? അറ്റാക്ക് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ജലസ്. നീ എന്താണ് അതുല്ല ഗുഹയ്ക്കകത്തിരിക്കുന്നത്? ദാവീദ് അവന്റെ അപ്പനെ അമ്മയും കൊണ്ടുപോയി ഒരിടത്ത് താമസിപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ അപ്പനെ അമ്മയെ നോക്കാൻ വയ്യ, ഇവരെ ഒന്ന് നോക്കിക്കോണമെന്ന്. എന്താ കാരണമെന്നറിയാം? അറ്റാക്ക് ഓഫ് ജലസ്. സ്വന്തം കുടുംബത്തെ പോലും പരാമരിക്കാൻ കഴിയാതെ വണ്ണോ ഇന്ന് പകൽക്കാലം അസൂയ അടിച്ചു നിന്നെ ഗുഹയ്ക്കകത്ത് കയറ്റിയെടുത്ത് ദൈവം എന്റെ മേൽ പകർന്ന അഭിഷേകത്തിനകത്ത്, സ്വർഗം എന്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്ത ദൈവ കൃപയ്ക്കകത്ത് I command, come out. അസൂയ നിന്റെ നേരെ കെട്ടിയ ഗുഹകൾ ദൈവാധികാരത്തിൽ പുറത്തു വാ. എല്ലാ അസൂയയുടെ സ്പിരിറ്റുകളെയും ദൈവജനത്തിനെതിരെ വ്യാപരിക്കുന്ന, ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന, തലമുറകൾക്കെതിരെ വ്യാപരിക്കുന്ന, ഫിനാൻഷ്യൽ റലത്തിനെതിരെ വ്യാപരിക്കുന്ന, ബിസിനസിനെതിരെ വ്യാപരിക്കുന്ന, താലന്തുകൾക്കെതിരെ വ്യാപരിക്കുന്ന, എഡ്യൂക്കേഷനെതിരെ വ്യാപരിക്കുന്ന സകല ജല സ്പിരിറ്റുകളെയോ അതുളവാക്കിയ കെയ്വുകളെയോ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, കുഞ്ഞാടിന്റെ രക്തത്തിൽ, സ്വർഗം എന്റെ മേലിട്ട അഭിഷേകത്തിൽ, ദൈവരാജ്യത്തിന്റെ അധികാരത്തിൽ
അഭിഷേകം തൊടുന്നവർ മാത്രം പ്രതികരിച്ചാൽ മതി. അഭിഷേകം തൊടുന്നവർ മാത്രം പ്രതികരിച്ചാൽ മതി. ഇതിനകത്തെ അന്തരീക്ഷം ആകെ മാറി നിൽക്കുകയാണ്. ഇത് ചിലർ ഗുഹയിൽ നിന്ന് പുറത്തു വരുന്ന ടൈമാണ്. യേശുവിന്റെ നാമത്തിൽ the spirit of jealous, break it, break it, break it. അഭിഷേകമുള്ളവർ, this is not a church of restriction. This is church of independence. This is church of liberty. Rejoice in the Lord. Operate in the anointing. Let the power. തലമുറയ്ക്കെതിരെ കിടക്കുന്ന അസൂയയുടെ കെട്ടുകൾ, ശുശ്രൂഷയ്ക്കെതിരെ കിടക്കുന്ന അസൂയയുടെ കെട്ടുകൾ, താലന്തുകൾക്കെതിരെ കിടക്കുന്ന അസൂയയുടെ കെട്ടുകൾ, യേശുവിന്റെ നാമത്തിൽ അസൂയ നിന്നെ തള്ളിക്കയറ്റിയ ഗുഹയ്ക്കകത്തു നിന്ന് ദൈവാധികാരത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. Come out. Come out. ഞാൻ നിന്നെ ദൈവാധികാരത്തിൽ വലിച്ചെടുക്കുന്നു. യെസ്, ദൈവാധികാരത്തിൽ ഞാൻ പുറത്തേക്ക് വലിക്കുന്നു. യെസ്, പുറത്തു വാ, ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു വാ. യെസ്, അസൂയ തള്ളി കയറ്റിയ ഗുഹയ്ക്കകത്തു നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവരാജ്യത്തിന്റെ അധികാരത്തിൽ ഞാൻ pull out. പരിശുദ്ധാത്മാവ് ചിലരെ വലിക്കുന്നത് ഞാൻ കാണുന്നു. പ്രേമോനിയ ഹർത്തേനിയ പ്രേമശിഖരമഹസതോരിയ ജീസസ്. എന്റെ സഹോദരങ്ങളെ, be in the same atmosphere. എന്റെ പ്രസംഗം കഴിഞ്ഞു. ഞാൻ 2-3 പോയിന്റുകളെ പറഞ്ഞ് നിങ്ങൾ അന്തരീക്ഷത്തിനകത്തു തന്നെ നിന്നോ. നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണോ? കണ്ണടച്ചിരുന്നോ. നിൽക്കുകയാണോ? നിന്നോ. ആമേ. ഇതൊരു റെസ്ട്രിക്റ്റഡ് ചർച്ചല്ല, ഇതൊരു ട്രഡീഷണൽ ചർച്ചല്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇതിനകത്ത് ശുശ്രൂഷിക്കുന്നത്. ഇത് ക്രിസ്തുവിന്റെ സഭയാണ്. ഇത് ദൈവത്തിന്റെ സ്വാതന്ത്ര്യമുള്ള സഭയാണ്. നിനക്ക് വീണ് കിടന്ന് പ്രാർത്ഥിക്കണോ? നിനക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കണോ? നിനക്ക് നിന്ന് ആരാധിക്കണോ? എന്തിനും സ്വാതന്ത്ര്യമുള്ള സമയമാണിത്. പക്ഷെ ഒരൊറ്റ കാര്യം, നീ ഇന്ന് ഗുഹയ്ക്കകത്തിരിക്കരുത്. Come out of the cave. This is your season of harvest. അസൂയ കെട്ടി താഴ്ത്തിയ ഗുഹയ്ക്കകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ചിലരെ വലിച്ചു പുറത്തെടുക്കുകയാണ്. ആ ദൈവ പൈതലെ, ഇന്ന് പകൽ സ്വർഗ്ഗം നിന്നെ പുറത്തെടുക്കുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യെസ്, ആമേൻ, ആമേൻ. Be in the presence, be in the presence. ഞാൻ 1-2 കാര്യം കൂടെ പറയട്ടെ. ദാവീദ് ഗുഹയ്ക്കകത്ത് കയറിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദാവീദ് ഗുഹയ്ക്കകത്ത് കയറിയത് ശൗലിന്റെ അസൂയയാണ്. പക്ഷെ 1 രാജ 19:9, 1 രാജ 19:9 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപാർത്തു. ആരാണെന്നറിയാമോ? ഏലിയാവ്. എന്താണ് പ്രശ്നമെന്നറിയാമോ? ഏലിയാവ് ആഹാബിന്റെ ഇസബേലിന്റെ അടുക്കൽ പറഞ്ഞു, ആഹാബേ, നിന്റെയും ഇസബേലിന്റെ മേശയിൽ നിന്ന് തിന്നുകുടിക്കുന്ന 400 ബാലിന്റെ പ്രവാചകന്മാരെയോ 450 അശേരയുടെ പ്രവാചകന്മാരെയോ നീ കർമ്മേലിൽ വിളിച്ചു വരുത്തണോ. പക്ഷെ കർമ്മേലിൽ എത്ര പ്രവാചകന്മാരാ വന്നത്? കർമ്മേലിൽ എത്ര പ്രവാചകന്മാരാ വന്നത്? ബാലിന്റെ 400, അശേരയുടെ 450 പേര് എന്ത് ചെയ്തില്ല? കർമ്മേലിൽ വന്നില്ല. അവരെ ഇസബേൽ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു? സംരക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒന്നുകിൽ ഏലിയാവിന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ നട്ടല്ലില്ലാഞ്ഞുകൊണ്ടായിരിക്കാം ആ വാഴപ്പിണ്ടി 450 എണ്ണോ ഇസബേലിന്റെ മേശയ്ക്കകത്ത് തിന്നോണ്ടിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസബേല് ഏലിയാവിന്റെ അടുക്കൽ ഒരാളിനെ വിട്ടിട്ട് പറഞ്ഞു, നാളെ ഈ നേരത്ത് നിന്നെ തട്ടിക്കളയുമെന്ന്. ഞാനത് വായിച്ച ആരംഭത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു പടയാളിയെ വിട്ട് ഏലിയാവിനെ ഒരു കുത്തങ്ങ് കുത്തിയാ പോരെ, ഇതെന്തിനാ ഒരാളെ വിട്ട് പറയിച്ചത്? അപ്പൊ ഏലിയാവിന്റെ അടുക്കൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? നാളെ ഈ നേരത്ത് അമ്മേ, എൻ്റെ കൂടെയുള്ള 450 അശേരയുടെ മന്ത്രവാദികൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഭിചാരം ചെയ്ത് നിന്റെ പ്രാണനെ ഞങ്ങൾ എന്ത് ചെയ്യോ? ഞങ്ങൾ കൊന്നുകളയുമെന്നാ പറഞ്ഞത്. ആമേൻ. ദൈവത്തിന്റെ പുസ്തകത്തിലില്ല ഏലിയാവ് മരിക്കണമെന്ന്. പക്ഷെ ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം. ഏലിയാവിന്റെ മൈൻഡിനെ ഇത് തൊട്ടു. ഇപ്പൊ ഇസബേൽ എന്തോ പറയുന്നതെന്നറിയാവോ? ഏലിയാവ് മരിക്കണം. ഏലിയാവ് എന്തോ പ്രാർത്ഥിക്കുന്നതെന്നറിയാവോ? എനിക്ക് മരിക്കണം. ഇന്ന് പകൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ, പ്രിയപ്പെട്ടവരുടെ അടുക്കൽ പറയാ, നെഗറ്റീവ് പ്രാർത്ഥിക്കരുത്.
ചത്താ മതിയായിരുന്നു ദൈവമേ. കാരണം നിന്നെ കൊല്ലാൻ അപ്പുറത്തൊരു പ്ലോട്ട് രൂപീകരിക്കപ്പെടുമ്പോഴാണ് കരഞ്ഞു പ്രാർത്ഥിച്ചിവിടെ വന്നു. ഈ മുടിഞ്ഞ നാട്ടിൽ നിന്ന് എങ്ങോട്ടും അങ്ങ് നിന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ അപ്പുറത്ത് ഏത് കഷ്ടകാലത്തിനാണോ ഈ കമ്പനി വന്ന് കേറിയത്? നിന്നെ അവിടുന്ന് തുരത്താൻ വേറെ പ്ലാൻ. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ പലപ്പോഴും പിശാചിന്റെ പദ്ധതികളെ നമ്മൾ പറയുകയാണ്. ഞാനൊരു കാര്യം പറയാം, നിരാശപ്പെട്ടാൽ ദൈവസന്നിധിയിൽ വായടച്ചിരുന്നോണം. പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ വേണ്ടാത്തത് പ്രാർത്ഥിക്കരുത്. ചില സമയങ്ങളിൽ സങ്കടം വരും. തമ്പുരാൻ മുമ്പിൽ മുട്ടുകുത്തി അങ്ങ് ഇരിക്കണ്ടേ, കണ്ണടച്ച് കമന്നം കിടക്കുന്നേ. പക്ഷെ ഒരു കാര്യം ചെയ്യരുത്, റോങ് പറയരുത്. ഏലിയാവിനെ ഗുഹയിൽ കയറ്റിയത് ഇപ്പോൾ എന്താണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ പറയും, ഇസബേലിന്റെ ആഭിചാരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏലിയാവ് ഗുഹയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ആദ്യം എന്തോ ഉണ്ടായി? തീയുണ്ടായി, ഭൂകമ്പം ഉണ്ടായി, കൊടുങ്കാറ്റുണ്ടായി. പക്ഷെ ഈ 3 സാധനം ഏലിയാവിനോട് ഇടപെട്ടില്ല. പിന്നെ എന്തിനാ ഈ 3 സാധനത്തെ ദൈവം അയച്ചത്? ചുമ്മാ ഒരു എസ്കോട്ട് വന്നതാണോ? അല്ലല്ല. ഏലിയാവ് ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ അശേരയുടെ മന്ത്രവാദികൾ അയച്ചുവിട്ട പ്രാണനെ എടുക്കുന്ന ദുരാത്മാക്കൾ, കൊന്നുകളയുന്ന അന്ധകാര ശക്തികൾ ഈ ഹോരേബിന് ചുറ്റും വട്ടവിട്ട് വന്ന് നിൽക്കുകയാ. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ 3 സൈന്യം ഇറങ്ങി, അഗ്നിയുടെ സൈന്യം ഇറങ്ങി. ഞാൻ ഇതിനകത്തൊരു അസാധാരണ ദൈവ സൈന്യത്തെ കാണുന്നു. Not the presence of God, but the host of God. ഏലിയാവിനെ ഗുഹയ്ക്ക് ഒന്ന് പുറത്തിറക്കുന്നതിന് മുമ്പേ ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ടായിരുന്നെന്നറിയാമോ? ഏലിയാവിനെ കൊല്ലാൻ നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ അടിച്ചു കളയണമായിരുന്നു. ഇന്ന് പകൽക്കാലം നിന്നെ കൊന്നു തിന്നുമെന്ന് പറയുന്ന ആഭിചാര അവകാശങ്ങളുടെ മേൽ, അന്ധകാര ശക്തികളുടെ മേൽ ദൈവത്തിന്റെ തീ. മന്ത്രവാദം ചെയ്ത് നിന്നെ ഒതുക്കിയ ഇടത്തു നിന്ന്, വിളിച്ചു നേർച്ച ചെയ്ത് നിന്നെ ഒതുക്കിയ ഇടത്തു നിന്ന്, പൂജാ ശക്തികൾ ചെയ്ത് റുമകട്ട മംഗല ബറാസിയ ഗുരുതി കഴിച്ച് നിനക്കെതിരെ കെട്ടിയ ആഭിചാര കെട്ടുകൾ ഇന്ന് സകല വേദക്കെട്ടുകൾ, സകല ആഭിചാരക്കെട്ടുകൾ, നീ ഗുഹയിൽ ഒതുങ്ങിയതിന്റെ പിമ്പിലുള്ള all the demonic powers ഇന്ന് പകൽ ദൈവത്തിന്റെ തീ ഇറങ്ങുന്നു, ദൈവത്തിന്റെ കൊടുങ്കാറ്റ് ഇറങ്ങുന്നു, ദൈവത്തിന്റെ ഭൂകമ്പം ഇറങ്ങുന്നു. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കത്തില്ലായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ സൈന്യം നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുക. ആഭിചാരം കെട്ടിയ, ആഭിചാരം ഒതുക്കിയ സകല ദുർഭൂത താവളങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ദൈവത്തിന്റെ അഭിഷേകത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പുറത്തു വാ. ഹോരേബിന്റെ ഗുഹയ്ക്കകത്തു നിന്ന്, ഹോരേബിന്റെ ഗുഹയ്ക്കകത്തു നിന്ന്, ഹോരേബിന്റെ ഗുഹയ്ക്കകത്തു നിന്ന് ഹോരേബിന്റെ ഗുഹയ്ക്കകത്തു നിന്ന് നീ പുറത്തു വരുന്ന പകലായത്. ആമേൻ.
താല്പര്യമുള്ളവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. താല്പര്യമുള്ളവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. ആഭിചാര ശക്തികൾ മുഴുവനും കൂടെ അവനെ ആടിച്ചൊരു ഗുഹയ്ക്കകത്തുകൊണ്ട് കയറ്റിയിരിക്കുക. പക്ഷെ തമ്പുരാൻ വന്നിട്ട് ചോദിച്ചു, എടാ നിനക്കിവിടെ എന്താ കാര്യം? ആഭിചാരം കൺട്രോൾ ചെയ്യുന്നിടത്ത് ഒതുങ്ങാനുള്ളവനല്ല നീ. അമ്മേ, ഏലിയാവ് പുറത്ത് വന്നിട്ട് ഏലിയാവ് എന്ത് ചെയ്യുകയാണെന്നറിയാവോ? മുഖം മൂടി നിൽക്കുകയാ. ഇന്ന് പകൽക്കാല നിന്റെ മുഖം മൂടിയും ഗുഹയും പൊട്ടിച്ചുകൊണ്ട് ദൈവം ഇന്ന് ചിലത് ചെയ്യാ. All the spirit of divinity, all the authority of sorcery and witchcraft, it shall be broken here. ഇത് ദൈവത്തിന്റെ സൈന്യം ഇറങ്ങുന്ന മിനിറ്റുകളാ. അഗ്നിയായി, കൊടുങ്കാറ്റായി, ഭൂകമ്പമായി. ജീസസ്. ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞോട്ടെ. ലോത്ത് ഗുഹയിൽ താമസിച്ചു. ലോത്ത് ഗുഹയിൽ താമസിച്ചു. ലോത്ത് എന്താ ഗുഹയിൽ താമസിച്ചെന്നറിയാം? ഉൽപ്പത്തി 19:30 പറയുന്നുണ്ട് ലോത്ത് ഗുഹയിൽ താമസിച്ചു. കാരണം ഒന്നേ ഉള്ളൂ, ദൈവം പറഞ്ഞത് നീ പർവ്വതത്തിലേക്ക് പോകാനാ. പക്ഷെ അവൻ പറഞ്ഞു സോവരി പോകാമെന്ന്. ഞാനിങ്ങനെ പറയാം, the most safest place in the world is being in the midst of the will of God. ദൈവഹിതത്തിന്റെ മധ്യമാണ് ഏറ്റവും സുരക്ഷിത സ്ഥലം. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെ അടുക്കലും പറയുന്നു, നീ ദൈവഹിതത്തിലല്ല ദുബായിൽ വന്നതെങ്കിൽ എത്രയും വേഗം ടിക്കറ്റ് എടുത്ത് നീ പോകണം. നീ ദൈവഹിതത്തിലാണോ ദുബായിൽ വന്നത്? എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ ഹിതം നന്മയാണ്. ദൈവത്തിന്റെ ഹിതം പ്രസാദമാണ്. ദൈവത്തിന്റെ ഹിതം പൂർണ്ണതയാണ്. Be in the will of God. Jesus. Jesus. ലോത്തും അവന്റെ 2 പുത്രിമാരും ഗുഹയിൽ പാർത്തു. ലോത്ത് മാത്രമാണോ? അവന്റെ കുടുംബം മുഴുവനും എന്തായി തീർന്നു? ഗുഹയ്ക്കകത്തായി പോയി. കാര്യം എന്താ? ആമേൻ. ദൈവഹിതത്തിന്റെ അലൈൻമെന്റ് തെറ്റി. ഇന്ന് രാത്രി ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് അവസാന മിനിറ്റുകളിൽ ശുശ്രൂഷിക്കുന്നതിന് മുന്നമേ ഞാൻ ആവർത്തിച്ച് പറയുന്നു, be in the will of God. Be in the midst of the will of God. എനിക്ക് ദൈവഹിതം മാത്രം മതി. അതരം തുറന്ന് പറഞ്ഞേ, എനിക്ക് ദൈവ ഇഷ്ടം മാത്രം മതി. എനിക്ക് ദൈവ ഇഷ്ടം മാത്രം മതി. ജീസസ്. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ആഭിചാരം ശക്തപ്പെടുന്ന ഇടത്ത് പ്രവാചകന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഗുഹയിൽ ഒളിക്കും. ഇസബേലിന്റെ കാലത്ത് 50 പേരായിട്ട് ഗുഹയിൽ എന്ത് ചെയ്തു? 1 രാജ 18:4 അങ്ങനെ പറയുന്നത് 50 പേരായിട്ട് ഗുഹയിൽ ഒളിപ്പിച്ചു. ആരാ ഒളിപ്പിച്ചതെന്നറിയാമോ? ഒബദ്യാവ്, ദൈവഭക്തനാ. പക്ഷെ ദൈവഭക്തന് പോലും പ്രവാചകന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഗുഹയ്ക്കകത്ത് സൂക്ഷിക്കാനേ കഴിയുന്നുള്ളൂ. ചിലരൊക്കെ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ചാൽ പോലും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഒരു വിച്ച് ക്രാഫ്റ്റ് പവർ അവിടെ ഫൈറ്റ് ചെയ്യുന്നതാണ്. സ്തോത്രം. ഞാൻ ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് പരിശുദ്ധാത്മാവിന് കൈമാറുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളിലും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. An opposite force was there. ഇന്ന് പകൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. Are you in a cave? This is your season of harvest. This is your season of harvest. പക്ഷെ നീ ഒരു ഗുഹയ്ക്കകത്താണോ? Come out. കണ്ണുകളെ അടച്ചാട്ടെ. ശിവപ്രമാശകലയ. ഇന്ന് പകൽക്കാലം സ്വർഗം എൻ്റെ മേലിട്ട ദൈവാധികാരത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ജനത്തിന് വേണ്ടി എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറി വന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിക്കകത്ത്, ദൈവകൃപയ്ക്കകത്ത് ഈ ജനം സ്വതന്ത്രരാകട്ടെ. ഈ ജനം സ്വതന്ത്രരാകട്ടെ.